എട്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ദേ നമ്മുടെ മിൻഹയെ ജിൻമാൻ ഒരു പാഴ്സലാക്കിയിട്ട് അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് അയച്ചിരിക്കാം. കുറച്ച് സമയത്തേക്ക് ഇവിടെ നീ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ള ജിൻമാന്റെ സന്ദേശമുണ്ട്. പിന്നെ ഈ ഫ്രണ്ട് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരിക്കൽ ജിയാൻ കുട്ടിയായിരുന്ന ടൈമില് സോങ് ജോങ് കൂട്ടനും കൂടിയിട്ട് അവളെ കൊല്ലാനായിട്ട് അവളുടെ വീട്ടിലേക്ക് വരുന്നില്ലേ? അന്നേരം ജിൻമാൻ പറഞ്ഞയച്ചിട്ട് അവന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ജിയാനെ രക്ഷിക്കുന്നുണ്ട്. അവനായിരുന്നു ഇത് ഹോണ്ട. ആ കഥയല്ല ഇനി വരുന്നതേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഇനി അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. കാരണം ജിൻമാന്റെ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ അവിടെ ഇവിടെയും തട്ടാതെയും മുട്ടാതെയും ചെറിയ ചെറിയ ഫ്ലാഷ് ബാക്കുകൾ മുന്നത്തെ എപ്പിസോഡുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം കണക്ട് ചെയ്തിട്ട് ശരിക്കും എന്താ സംഭവിച്ചത്, എങ്ങനെയാ സംഭവിച്ചത്, ജിയാന്റെ അച്ഛനും അമ്മയും എങ്ങനെയാ മരിച്ചത്, ജിൻമാൻ എങ്ങനെയാണ് ഈ മദർ ഹെൽപ്പ് സ്റ്റാർട്ട് ചെയ്തത്, ബെയിലിൽ നിന്ന് എങ്ങനെയാണ് അവര് അന്ന് രക്ഷപ്പെട്ടത്, ഇതിന്റെ എല്ലാം ചെറിയ ചില വശങ്ങളല്ലേ നമ്മൾ നേരത്തെ കണ്ടത്. അപ്പൊ അതിന്റെ മുഴുവൻ കഥയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണുന്നത്. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. അങ്ങനെ ജിൻമാൻ കുറെ കാലത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയതല്ലേ. എല്ലാവരും നല്ല സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അവരൊരുമിച്ചൊരു ഫാമിലി പിക്കൊക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. ജിൻമാന്റെ അമ്മയ്ക്ക് സുഖമില്ലാതാവുകയും അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തിരിക്കുകയാണ്. അവര് ജിൻമാന്റെ അടുത്ത്, നീ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല, എനിക്കോ വയ്യാതെ, ഇനി നീ ഞങ്ങളെ വിട്ട് പോവരുത്, നീ നിന്റെ ചേട്ടനോടും ചേട്ടത്തിയോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം, അവരുടെ കൂടെ എപ്പോഴും അവർക്കൊരു തുണയായിട്ട് ഉണ്ടാകണം എന്നൊക്കെ പറയാണ്. അവനും നല്ല വിഷമമാവാണ്. അങ്ങനെ ഏട്ടൻ വരാൻ സമയമായില്ലേ, നീ കുറച്ചു നേരം വീട്ടിൽ പോയി നിൽക്ക്, ജിയാന്റെ കൂടെ കുറച്ചു നേരം കളിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വീട്ടിലേക്ക് വിടുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ കട്ട് ചെയ്ത ഹോണ്ടയുടെ വീട് കാണിക്കാണ്. അവനൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. അതിലൊരു ഗണ്ണിന്റെ പാർട്സ് ആയിരുന്നു. അവന്റെ കൂടെ ഇതേ നമ്മുടെ മിൻഹിയും ഇവിടെയുണ്ട്. എല്ലാ സാധനങ്ങളും താഴെ വലിച്ചു വാരി ഇടുക തന്നെ. എന്ത് ചോദിച്ചാലും ഒരു മറുപടിയും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ താഴെയിട്ട കടലാസുകളെല്ലാം അവള് പെറുക്കി വെക്കുകയാണ്. എന്നാൽ അവനൊന്നും കേൾക്കാതെ ആ പാക്കറ്റിൽ വന്ന് ഗണ്ണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് CCTV ക്യാമറയിൽ അവന്റെ വീടിനടുത്തേക്ക് ആരോ വരുന്നത് ശ്രദ്ധിക്കുന്നത്. അവൻ വേഗം അവന്റെ ഗണ്ണെടുത്ത് പതിയെ പുറത്തേക്ക് പോവാണ്. എന്നാൽ അത് നമ്മുടെ ജിൻമാൻ ആയിരുന്നു. ജിൻമാൻ ആംഗ്യ ഭാഷയില്, നീ വലിയ ആംസ് ഡീലർ അല്ലേ, എന്നിട്ട് നിന്റെ സെക്യൂരിറ്റി ഇത്രയ്ക്ക് ലോ ആണല്ലോ, ഞാൻ എളുപ്പത്തിൽ കയറിയല്ലോ അകത്തേക്ക് എന്ന് ചോദിക്കുകയാണ്. ജിൻമാനെ കണ്ടതും ഹോണ്ടയ്ക്കും വലിയ സന്തോഷമാവാണ്. അവൻ അങ്ങനെ ജിൻമാനെ വിളിച്ച് അകത്തേക്ക് വരികയാണ്. ഉള്ളിൽ മിൻഹയും ജിൻമാനെ കണ്ടത് ഒരുപാട് സന്തോഷിക്കുകയും ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുകയും കൊറിയൻ ഭാഷയൊക്കെ പഠിച്ചിട്ട് അതിൽ അവനോട് നന്ദി പറയുകയൊക്കെ ചെയ്യാണ്. അന്നേരം ഹോണ്ട അവിടെ ടേബിളിൽ നേരത്തെ അവൻ സെറ്റ് ചെയ്യാനിരുന്ന ഗണ്ണ് മിൻഹയെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കാണാണ്. അതിനുശേഷം അവര് അവിടെ നടന്ന അറ്റാക്കിനെ കുറിച്ചെല്ലാം സംസാരിക്കുകയാണ്. ബെയിലിന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അവിടുത്തെ വലിയ സെർച്ചിങ് സ്ക്വാഡ് തന്നെയല്ലേ അവന്റെ ബോഡി അന്വേഷിച്ചത്. എന്നിട്ടും കിട്ടാത്ത സ്ഥിതിക്ക് ആ സ്ഫോടനത്തിൽ നശിച്ചു പോയിട്ടുണ്ടാകണം. അതെന്തായാലും നന്നായെന്ന് ഹോണ്ട പറയാണ്. ജിൻമാൻ അത് ശരിവെക്കുന്നുണ്ടെങ്കിലും ബെയിലിന്റെ കാര്യമായതുകൊണ്ട് അവന്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ഹോണ്ട അവന്റെ അടുത്ത്, അല്ല ഇനി എന്താ പ്ലാൻ, എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ അതിനെപ്പറ്റിയൊന്നും ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഹോണ്ട അവന്റെ അടുത്ത്, നിനക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എന്റെ കമ്പനിയിലേക്ക് നിന്നെ ഹയർ എന്ന് പറയാണ്. നിന്റെ കമ്പനിയിലേക്കോ, നീ എന്താ ചെയ്യാൻ പണിയെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോഴും എന്റെ ബിസിനസ് ഉണ്ടല്ലോ, ഒന്ന് വലുതാക്കിയാലോ എന്ന് ആലോചിക്കുക. ഒരു ഓൺലൈൻ ഷോപ്പിംഗ് മാൾ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അതൊന്ന് സെറ്റ് ആയാലുണ്ടല്ലോ മോനെ, ഞാനിങ്ങനെ കാശ് വാരാൻ തുടങ്ങും. അതിന് കമ്പ്യൂട്ടറിന്റെ ABCD അറിയാത്ത നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യാ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാനല്ലല്ലോ, എന്റെ ഒരു അനിയനുണ്ട്, അവൻ അതൊക്കെ ഡീൽ ചെയ്തോളും. അവനെ കമ്പ്യൂട്ടറിന്റെ ജീനിയസാ, അവന് കമ്പ്യൂട്ടറിൽ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, നീയും വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ എന്ന് പറയാണ്. പിന്നീട് ഹോണ്ട മിൻഹിയെ കുറിച്ച് അവനോട് പറയാണ്. നേരത്തെ ഞാൻ ആ ടേബിളിൽ ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചിരുന്ന ഗണ്ണ് അവൾ ഒറ്റയ്ക്ക് അസംബിൾ ചെയ്തു. ഞാനാണെങ്കിൽ ഇതിനു മുമ്പ് അവൾക്കത് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അവൾ എങ്ങനെയാണ് അത് ചെയ്തത് എന്ന് പറയാണ്. മിൻഹയ്ക്ക് ഇതെല്ലാം എങ്ങനെ അറിയാന്ന് പറഞ്ഞ് ജിൻമാനും അവളെങ്ങനെ അത്ഭുതത്തോടെ നോക്കുക. അങ്ങനെ ഇവിടെ കട്ട് ചെയ്ത ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. ജിൻമാന്റെ അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ബെയിലിനെയാണ് കാണിക്കുന്നത്. ഉടനെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതിൽ ഇവരുടെ ടീം മൊത്തം ജിൻമാനെയും ജിൻമാന്റെ ഫാമിലിയെയും കൊല്ലാനുള്ള തീരുമാനം എടുക്കുകയാണ്. ഇവർ ഓരോരുത്തരെയും ഒന്നൊന്നായി തീർത്തൊന്ന് വെച്ച് ജിൻമാൻ എന്തായാലും നമ്മുടെ മുന്നിലേക്ക് വന്നോളുമെന്ന് സോങ്ജോ പറയാണ്. എന്നാൽ അക്കൂട്ടത്തില് ജുൻജോൾ എന്നുള്ള പയ്യന് ഇതിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ജിൻമാൻ ഓക്കെ, പക്ഷെ അവന്റെ കുടുംബത്തിന് എന്തിനാ നമ്മൾ തൊടുന്നത്, അവന്റെ ചേട്ടന്റെ മോൾക്ക് ആകെ 7 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന് പറയാണ്. താൻ ഇക്കാര്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങി പോകാൻ നിന്ന അവനെ സോങ്ജോ, നമ്മളെല്ലാരും ഒരു കുടുംബമല്ലേ, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് വേണ്ടേ നിൽക്കാൻ, പിന്നെ ജിൻമാൻ മാത്രമാണോ ഫാമിലി ഉള്ളത്, നിനക്കും ഫാമിലിയില് നിന്റെ കുട്ടികൾക്ക് 1-2 വയസ്സല്ലായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കൂടെ നിന്നില്ലെങ്കിൽ അവന്റെ ഫാമിലിയും തീർത്തു കളയും എന്ന രീതിയിൽ നൈസായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അയാൾ ഇവരുടെ കൂടെ നിൽക്കുന്നു. ഫ്ലാഷ് ബാക്ക് ഉണ്ടാവാണ്. ഇവിടെ ഹോസ്പിറ്റലിലെത്തിയ ബെയില് ജിൻമാന്റെ അമ്മയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. അവരൊന്നായിട്ട് ജിൻമാന്റെ ഫാമിലിയെ തീർക്കാൻ ആരംഭിച്ചു. അതിനുശേഷം അവരുടെ ഫ്യൂണറൽ നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. ജിൻമാൻ അവന്റെ ചേട്ടനോട്, അമ്മയുടെ മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് തോന്നുന്നു, നമുക്കൊരു ഓട്ടോപ്സി നടത്തിയാലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ദേഷ്യപ്പെടുകയും, ഇത്രയും കാലം ഞങ്ങളുടെ ഒപ്പം ഇല്ലാതെ ഇപ്പൊ പെട്ടെന്ന് വന്ന് നീ അമ്മയുടെ അടുത്തുള്ള സ്നേഹം കാണിക്കണോ, അമ്മയ്ക്ക് ഓൾറെഡി സുഖമില്ലാതിരിക്കുകയായിരുന്നു, അതുകൊണ്ട് എങ്ങനെയല്ല സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്യണം. ഇവരിങ്ങനെ ഇവിടെ നിന്ന് വഴക്കിട്ടുകൊണ്ടിരുന്നാൽ ശരിയാവില്ലെന്ന് വിചാരിച്ച് അവന്റെ ചേട്ടത്തി ജിയാനെയും കൂട്ടിയിട്ട് ജിൻമാനോട് വീട്ടിൽ പോയി അല്പനേരം ഇരുന്നിട്ട് വരാനായിട്ട് പറയാണ്. അങ്ങനെയാണ് അവിടെ നിന്ന് ജിൻമാൻ ജിയാനെയും കൂട്ടി വീട്ടിലേക്ക് പുറപ്പെടുന്നത്.
പക്ഷേ അവരിങ്ങോട്ട് കടക്കുമ്പോഴേക്കും സോങ്ജു ഫ്യൂണറൽ ഹാളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ജിൻമാന്റെ ചേട്ടനോടും ചേട്ടത്തിയോടും അവൻ ജിൻമാന്റെ ഒരു പഴയ സുഹൃത്താണെന്നും ജിൻമാൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും നിങ്ങളെ സഹായിക്കാനായി എത്തിയതാണെന്നും പറയാണ്. പിന്നീട് ഞാൻ കുറച്ച് റീത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങോട്ടൊന്ന് മാറ്റാൻ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വിളിച്ചുകൊണ്ട് ടെറസിലോട്ട് പോവാണ്. എന്നാൽ അവിടെ അവരെയും കാത്ത് ബെയ്യും കൂട്ടരും ഉണ്ടായിരുന്നു. അവർ ജിൻമാന്റെ ചേട്ടനെയും ചേട്ടത്തിയെയും ക്രൂരമായി തന്നെ കൊല്ലുകയാണ്. സോങ്ജു അവരുടെ അടുത്ത് ഞങ്ങൾ പുറം ലോകത്തോട് എന്ത് കറിയാ പറയാൻ പോണെന്നറിയോ, നിനക്കൊരു അഫയർ ഉണ്ടായിരുന്നെന്നും അതറിഞ്ഞിട്ട് നിന്റെ ഭർത്താവ് നിന്നെ കൊന്നെന്നും പിന്നീട് സങ്കടം സഹിക്കാൻ വയ്യാണ്ട് അയാളെ കെട്ടിടത്തിന്റെ മുകളിൽ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തുവെന്നാണ് എന്ന് പറഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട് ആ പാവങ്ങളെ അവരെ കഴുത്ത് നെരിച്ചു കൊല്ലുകയാണ്. സ്നേഹം മാത്രം നിറഞ്ഞിരുന്ന ആ കുടുംബത്തെ നിമിഷ നേരം കൊണ്ടാണ് അവർ ഇല്ലാണ്ടാക്കിയത്. ഇതേ സമയം ഇതൊന്നും അറിയാതെ ജിൻമാൻ ജിയാന്റെ ഒപ്പം വീട്ടിലായിരുന്നു. ഈ ഒരു സീന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ജിയാൻ ടിവിയിൽ ആ നരി വേട്ടയാടുന്നതിനെ കുറിച്ച് ചോദിക്കുന്നതും ജിൻമാൻ അതിന് കുറേയധികം ഉപദേശങ്ങൾ നൽകുന്നതുമല്ല. ജിൻമാൻ അന്നേരം ഒരു കോള് വരുന്നുണ്ട്, അത് ജുൻജോളിന്റെ അടുത്ത് നിന്നായിരുന്നു. അവൻ ജിൻമാനോട് ബെയില് ജീവനോടെയുണ്ടെന്നും അവൻ നിങ്ങളുടെ കുടുംബത്തെ തകർക്കാനായി വന്നുകൊണ്ടിരിക്കുകയാണെന്നും പറയാണ്. ഉടനെ തന്നെ ജിൻമാൻ ജിയാനെ സംരക്ഷിക്കണമെന്ന് ഹോണ്ടയ്ക്ക് മെസ്സേജ് ചെയ്യുകയും അവിടുന്ന് വേഗം ഫ്യൂണറൽ ഹാളിലേക്ക് പോവുകയും ചെയ്യാണ്. ഇവിടെ ഹോണ്ടയുടെ സീന് കാണിക്കുന്നുണ്ട്. മെസ്സേജ് കിട്ടുന്ന സമയത്ത് അവൻ വീട്ടിലായിരുന്നു. അവന്റെ അനിയന് ഭക്ഷണം വാങ്ങിച്ച് വന്നതേയുള്ളൂ. ഇപ്പൊ ജിൻമാന്റെയും ജിയാന്റെയും ഒപ്പം ബ്രദർ എന്ന് പറഞ്ഞൊരു പയ്യനില്ല, അതായിരുന്നു ഹോണ്ടയുടെ അനിയൻ. അവന്റെ അടുത്ത് ഹോണ്ട ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം, വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വേഗം ജിയാന്റെ അടുത്തേക്ക് ചെല്ലാണ്. പക്ഷെ പിന്നീട് ഹോണ്ടയ്ക്കും ജിയാനും എന്താ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ മുൻ എപ്പിസോഡുകളിൽ കണ്ടതാണ്. സോങ്ജും കൂട്ടരും ജിയാനെ തേടി വീട്ടിലേക്ക് എത്തുന്നതും ഹോണ്ട ജിയാനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവരവനെ കൊല്ലുകയും സോങ്ജു അവന്റെ കൈ മുറിച്ചു മാറ്റുന്നതും ഇത് കണ്ട് പേടിച്ച കുഞ്ഞു ജിയാൻ അവരുടെ അടുത്തുനിന്ന് അവിടുന്ന് എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെടുന്നതും ഒരു വണ്ടിയിലിടിച്ച് ചെറിയ ആക്സിഡന്റായി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പൊ അങ്ങനെ ഇവിടെ കട്ട് ചെയ്താൽ നമുക്ക് ജിൻമാന്റെ വശം കാണിക്കുകയാണ്. അവൻ ചേട്ടനെ രക്ഷിക്കാനായിട്ട് ഫ്യൂണറൽ ഹാളിലേക്ക് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചേട്ടനെ വിളിക്കുന്നുണ്ടെങ്കിലും കോൾ ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കാർ ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ അവൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരികയാണ്. ഇതിനൊന്നും നിൽക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് അവൻ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴേക്കും പുറകിൽ നിന്ന് ഒരു വലിയ ട്രക്ക് വന്ന് അതിനിടിക്കുകയാണ്. അത് അവരുടെ ആൾക്കാർ തന്നെയായിരുന്നു. അവരൊന്നടങ്കം ജിൻമാനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ജിൻമാനും ഒട്ടും വിട്ടുകൊടുത്തില്ല. ആ ബുള്ളറ്റ് പ്രൂഫ് കാറിന്റെ ഡിക്കി തുറന്നുകൊണ്ട് വലിയ ഗണ്ണും എടുത്ത ഒരു വരവുണ്ട്. കൈദി സിനിമയുടെ ക്ലൈമാക്സിൽ കാത്ത് ചെയ്യുന്നത് പോലെ ഒരേ വെടിവെപ്പായിരുന്നു, എല്ലാത്തിനും ഇടിച്ച് നിരപ്പാക്കി. അതിനുശേഷം നേരത്തെ അവൻ ഇൻഫർമേഷൻ കൊടുത്തില്ല ജുൻചോൾ അവന്റെ അടുത്തേക്ക് ചെന്ന് ബെയില് ശരിക്കും ജീവനോടെ ഉണ്ടോ, നീ പറഞ്ഞ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അതെ സർ, അവൻ നിങ്ങളുടെ കുടുംബത്തെ കൊല്ലാനായിട്ട് വന്നിരിക്കുകയാണ്, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത് എന്ന് പറയാണ്. എന്നാൽ അപ്പോഴേക്കും നേരത്തെ സഹായം ചോദിച്ചു വന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അത് അവരുടെ ടീമാണ്. അവരൊരു ഗണ്ണുമായിട്ട് വന്ന് ജിൻമാനെ ഷൂട്ട് ചെയ്യാണ്. ജിൻമാൻ വേഗം ജുൻചോളിനെ ഒരു ഷീൽഡായി യൂസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഹോണ്ടയുടെ വീട് കാണിക്കുകയാണ്. ജിൻമാന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാകണം ഹോണ്ടയുടെ വീട്ടിലേക്കും അവർ ആളെ വിട്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ നമ്മുടെ മിൻഹ ഉണ്ടായിരുന്നല്ലോ, അവളാള് പുലിയാണെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ. അവൾ തനിയെ തക്കം പാർത്തിരുന്ന് അവരെ അറ്റാക്ക് ചെയ്യാണ്. അവർക്ക് മുകളിൽ ആസിഡ് ഒഴിക്കുകയും പിന്നീട് അവിടുന്ന് കിട്ടിയ ഒരു ഗണ്ണ് ഉപയോഗിച്ച് അവർക്ക് നേരെ തുരുതുരാന്ന് വെടിവെക്കുകയും ചെയ്യാണ്. എന്തായാലും ആ രണ്ടുപേരുടെയും കഥ മിൻഹ തീർത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇനി അവൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വളരെ വിഷമത്തോടെ തന്നെ അവിടുന്ന് പോവാണ്. അവിടെ കട്ട് ചെയ്താൽ നമുക്ക് നേരെ പാസിനെ കാണിക്കുകയാണ്. പാസിൻ എങ്ങോട്ട് പോയിട്ട് മടങ്ങി വരായിരുന്നു. എന്നാൽ വീട്ടിലെത്തിയ സമയത്ത് കാണുന്നത് അവന്റെ ഡോർ ആരോ തുറന്നിട്ടിരിക്കുന്നതാണ്. ഒന്ന് പേടിച്ചുകൊണ്ടാണ് വാതിൽ തുറക്കുന്നത്. എന്നാൽ അവിടെ ജിൻമാനായിരുന്നു. വെടികൊണ്ട് ചോരയിൽ കുതിർന്ന് കിടക്കുകയായിരുന്നു. പാസിൻ പെട്ടെന്ന് തന്നെ ജിൻമാനെ എടുത്ത് മാറ്റുകയും അവന്റെ ശരീരത്തിൽ നിന്ന് ബുള്ളറ്റ് എല്ലാം റിമൂവ് ചെയ്ത് അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നു. അല്പസമയം കഴിഞ്ഞതും ജിൻമാൻ എണീക്കുകയാണ്. പാസിൻ അവന്റെ അടുത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഡീൽ ചെയ്യാൻ വയ്യാത്തതുകൊണ്ടും എല്ലാം അടുത്തത് കൊണ്ടുമാണ് ഞാൻ ബാബിലോൺ റിസൈൻ ചെയ്തത്, അതുകൊണ്ട് തന്നെ നീ ഇവിടുന്ന് പെട്ടെന്ന് പോകണം ജിൻമാൻ എന്ന് പറയാണ്. ജിൻമാനും ആ അവസ്ഥ മനസ്സിലാവുന്നതാണ്. അവൻ പാസിന്റെ അടുത്ത് പാസിൻ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, എനിക്ക് നീ ഒരു ഗണ്ണ് സംഘടിപ്പിച്ചു തരണം, അത് കിട്ടിയ ഉടനെ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. പാസിന് ജിൻമാന്റെ ഈ അവസ്ഥ കണ്ട് ആകെപ്പാട് എന്തോ പോലെ തോന്നുകയാണ്. അവൻ ജിൻമാനോട് നീ എന്തിനാണ് ബെയിലിനെ കൊന്നത്, എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ജിൻമാൻ എന്ന് വെച്ചാൽ എപ്പോഴും കമ്പനിയുടെ നിയമങ്ങളെല്ലാം പാലിക്കുന്ന ഒരാളായിരുന്നില്ലേ, പിന്നെ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിലൊക്കെ പോയി ചാടുന്നത്. അപ്പൊ ജിൻമാൻ ഞാൻ എല്ലാം ശരി ചെയ്യാൻ നോക്കിയതായിരുന്നു. അന്ന് കോടതി വെച്ച് തന്നെ ഞാൻ ബെയിലിനെതിരെ യഥാർത്ഥ മൊഴി കൊടുത്തതാണെങ്കിൽ അവനൊന്ന് ജയിലിലിരുന്നേനെ, റൂമിനുള്ളിൽ ആ സ്ത്രീകളാരും മരണപ്പെടാതിരുന്നേനെ. എല്ലാം ശരി ചെയ്യാൻ നോക്കിയതായിരുന്നു, അതായിരുന്നു എനിക്ക് പറ്റിയ തെറ്റ്, ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞ് അവൻ ആകെ വിഷമിക്കാൻ തുടങ്ങി. പാസിൻ അവന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഗണ്ണെടുത്ത് ജിൻമാൻ കൊടുക്കുകയാണ്. ഇതിൽ 13 റൗണ്ട് പോവും, പക്ഷേ ഇതുകൊണ്ട് മാത്രം നീ എന്ത് ചെയ്യാനാണ്, ഇനി എന്തൊക്കെയാ നടക്കുക എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഒന്നിനും മറുപടി പറയാതെ ജിൻമാൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അവനൊന്നും വരുത്തരുതെന്ന് പാസിന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. അടുത്ത സീനിൽ ബെയിലിനെ കാണിക്കുകയാണ്. ജിൻമാനെയും ജിയാനെയും അവൻ അയച്ച ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നറിഞ്ഞ് അവരുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. ഇന്നേരം അവരുടെ അടുത്തേക്ക് ആ ബാബിലോൺ ടീമിന്റെ മെയിൻ ഓഫീസർ വരുന്നു. അയാൾ ബെയിലിന്റെ അടുത്ത് നീ ചെയ്തു കൂട്ടുന്നതല്ല ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചോ, ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് പറയാണ്. അപ്പൊ ബെയില് ഞാനിതോടെ വെച്ച് നിർത്തിയാലും ഇനി ജിൻമാൻ ഇത് നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ,
അവൻ ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ അവനെ തീർക്കുക വേണ്ടത് എന്ന് പറയാണ്. പക്ഷെ അയാള് ആ കാര്യമല്ല കമ്പനി നോക്കിക്കോളാം, ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്, ജിൻമാനുള്ള ശിക്ഷ നമ്മൾ കൊടുത്തോളും, ഇനി ഇതുപോലെ ആവർത്തിക്കുന്നവർക്ക് അതൊരു പാഠം ആയിക്കോളും എന്ന് പറഞ്ഞ് അവരെ വാൺ ചെയ്തിട്ട് പോവാണ്. പക്ഷെ ഇതൊന്നും എന്തായാലും ബെയിലിനെ ഏൽക്കാൻ പോകുന്നില്ല. അവൻ നേരെ ജിയാനെ കൊല്ലാനായിട്ട് അവന്റെ ആളുകളെ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ്. പിന്നീട് നടന്ന സീനുകൾ നമ്മൾ മുൻ എപ്പിസോഡുകളിലും കണ്ടതാണ്. അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായി ജിയാൻ അവിടെ നിന്നും ഓടുന്നതും ഒരു മോർച്ചറിയിൽ എത്തിച്ചേരുന്നതും അവിടെ ഒരു ബോക്സിനകത്ത് കണ്ട തന്റെ അമ്മയുടെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും എല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. പിന്നീട് ജിൻമാൻ കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരുകയും അവരുടെ അടുത്തെല്ലാം ഫൈറ്റ് ചെയ്ത് ജിയാനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്യാണ്. എന്നാൽ അവർ പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ ബെയിലും അങ്ങോട്ട് എത്തിയിരുന്നു. അവൻ ജിൻമാനെ കണ്ടതും ഗണ്ണെടുക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടെ കുറേയധികം ആൾക്കൂട്ടം വരികയും ജിൻമാൻ അതിനിടയിൽ നിന്ന് അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ബെയിലിനെ കൊല്ലുക എന്നുള്ളതിനേക്കാളും ജിയാന്റെ സുരക്ഷയായിരുന്നിരിക്കണം അവന് മുന്നിൽ. അങ്ങനെ അവിടെ കട്ട് ചെയ്ത അടുത്ത സീനിൽ നമുക്ക് ആ ബാബിലോണിന്റെ മെയിൻ ലീഡർ ഇല്ലേ, അയാളുടെ വീടാണ് കാണിക്കുന്നത്. അങ്ങനെ വൈകിട്ട് വീട്ടിലെത്തുന്ന സമയത്ത് ജിൻമാൻ അവരുടെ കുട്ടികളുടെ കൂടെ എല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിൻമാൻ അവിടെ കണ്ടതും അയാളൊന്ന് ടെൻഷൻ ആവുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. ജിൻമാൻ അയാളോട്, നിങ്ങൾ ഇവിടെ എത്തുന്നതിനും 1 മണിക്കൂർ മുന്നേ ഞാൻ ഇവിടെ എത്തിയിരുന്നു, എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ മുഴുവനും ഒറ്റയ്ക്ക് തീർക്കായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല, കാരണം എനിക്കിതെല്ലാം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി. നിങ്ങളുടെ കണ്ണില് ഞാൻ അവിടെ ചെയ്തതെല്ലാം തെറ്റായിരിക്കും, പക്ഷെ അതിനെന്നെ ശിക്ഷിച്ചത് ഇനിയും മതിയായില്ലെന്നാണോ? എന്റെ അമ്മ, എന്റെ ചേട്ടൻ, എന്റെ ചേട്ടത്തി, ഞാൻ സഹോദരനെ പോലെ കാണുന്ന എന്റെ സുഹൃത്ത് ഇനിയും പോരെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതെല്ലാം ഇപ്പോ ഇവിടെ വെച്ച് നിർത്താമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് നടന്നതെല്ലാം മറക്കാനും എന്റെ മനസ്സിൽ തന്നെ മണ്ണിട്ട് മൂടാനും ഞാനും തയ്യാറാണ്. ജിൻമാൻ പറഞ്ഞത് വെച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും ബെറ്റർ എന്ന് അയാൾക്കും തോന്നുന്നു. അയാൾ ഉടനെ തന്നെ ബെയിലിന് കോൾ ചെയ്യുകയും ജിൻമാൻ ഇതെല്ലാം നിർത്താമെന്നും അവൻ ഇതുമായി മുന്നോട്ട് പോവില്ല എന്നുമാണ് പറയുന്നത്, നീയും അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യാണ്. അവനതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. കോൾ കട്ട് ചെയ്ത് ഒന്ന് അട്ടഹസിക്കുക മാത്രമാണ് ഉണ്ടായത്. ബെയിലിന്റെ പക അത്ര പെട്ടെന്നൊന്നും മാറില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ഇവിടെ കട്ട് ചെയ്ത ജിൻമാൻ ജിയാനെയും കൊണ്ട് പാസിനടുത്തേക്ക് വന്നിരിക്കുകയാണ്. ബാബിലോണുകാര് ഇനി വരില്ല എന്ന് തന്നെയാണ് പറയുന്നതെന്ന് പാസിൻ ചോദിക്കുകയാണ്. അപ്പൊ ജിൻമാൻ, ബാബിലോൺ വന്നില്ലെങ്കിലും ബെയിൽ അവൻ തീർച്ചയായും വരും എന്ന് പറയാണ്. അപ്പൊ ഇനി എന്താ പ്ലാൻ? അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നീ ഫസ്റ്റ് മൂവ് എടുക്കാനാണോ? അതിന് എന്നെ കൊണ്ട് പറ്റും, പക്ഷെ എനിക്ക് അതിന് കുറച്ചുകൂടി സമയം വേണം പാസിൻ. ഒരു ലോങ് ടേം പ്ലാൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് എല്ലാം തുടങ്ങുകയാണ്. ഹോണ്ടയുടെ മുൻപത്തെ പ്ലാൻ ഉണ്ടായിരുന്നല്ലോ, ആ വെപ്പൺസ് എല്ലാം സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് മാൾ തുടങ്ങണം, ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സെന്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അവന്റെ ആ പ്ലാനിന് ജിൻമാൻ ജീവൻ നൽകുകയാണ്. പാസിനും ജിൻമാനും ചേർന്നുകൊണ്ട് പുതിയതായി ഒരു വീട് കണ്ടെത്തുകയും അതിന് താഴെയായിട്ട് തന്നെ ഈ ഷോപ്പിംഗ് മാൾ പണിയാനുള്ള പ്ലാനിങ് തുടങ്ങുകയും ചെയ്യാണ്. മദർ ഹെൽപ്പിന്റെ ആരംഭം ഇവിടെ നിന്നാണ്. ഹോണ്ടയുടെ അനിയനെയും മിൻഹയെയും അവർ കൂടെ കൂട്ടുന്നു. മിൻഹയ്ക്ക് വേണ്ട പരിശീലനങ്ങളെല്ലാം പാസിൻ നൽകുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു ജിൻമാൻ ജിയാനെയും വിളിച്ച് പുതിയ വീട്ടിലേക്ക് വരികയാണ്. ജിയാന്റെ മേലെ എപ്പോഴും അവന്റെ ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. മദഹേബിന്റെ കാര്യങ്ങളും കൂടെ തന്നെ പുരോഗമിച്ചു. ഹോണ്ടയുടെ അനിയനും ജിൻമാന്റെ മേൽനോട്ടത്തിൽ വളർന്നു. കുറെ വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോവാണ്. എന്നാലും ബെയിൽ, അത് അവന്റെ ഉള്ളിൽ ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞെട്ടിയണിക്കുന്ന ജിൻമാൻ കാണുന്നത് കവണ വെച്ച് ബോട്ടിലിനെ എയിം ചെയ്യുന്ന ജിയാനെയാണ്. അന്നേരമാണ് അവൻ ജിയാന്റെ അടുത്തേക്ക് ചെല്ലുന്നതും അവൾക്ക് ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള പ്രാക്ടീസ് നൽകുന്നതും. ഈ ഒരു സീനും നമ്മൾ മുൻ എപ്പിസോഡുകളിൽ കണ്ടതാണ്. ജിയാനെ കുട്ടിക്കാലം തൊട്ടേ ഓരോ ചെറിയ വിഷയത്തിൽ തുടങ്ങി എല്ലാത്തിലും അവളെ സ്വയം തയ്യാറെടുപ്പിക്കുകയായിരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. അങ്ങനെ ഈ ഒരു സീനോട് കൂടിയിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡ് ലാസ്റ്റ് എപ്പിസോഡാണ്. സോ എല്ലാവരും മറക്കാതെ കാണണേ. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.